ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ കോണ്ടന്റ് അങ്ങനെ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു പരിപാടി ഒന്നുമില്ല, പക്ഷെ ഭയങ്കര എൻ്റെ ലിമിറ്റഡ് ജ്ഞാനം കൊണ്ടുള്ള ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിരിക്കും. കഴിഞ്ഞ വർഷം 2024 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഫാമിലി അത്യാവശ്യം ഏറെന്നിറങ്ങാൻ സമയം കിട്ടാതിരുന്ന വർഷങ്ങളിൽ ഒരു വർഷമായിരുന്നു. അപ്പം പേഴ്സണൽ ക്വസ്റ്റ്യൻസ് അല്ലാതെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഡെഫിനറ്റ്ലി എൻ്റെ കല്യാണത്തെ പറ്റി, അതും again ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ആർക്കും ഒരു പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്തൊരു ടോപ്പിക്കാണ് എനിക്കല്ലാതെ. സെക്കൻഡ് തിങ് ഡെഫിനറ്റ്ലി ഊട്ടോപ്യനെ പറ്റിയാണ്, ഊട്ടോപ്യയുടെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതും again എനിക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ. തേർഡ് തിങ് എൻ്റെ അടുത്ത് എല്ലാവരും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, അഭിരാമി ശരിക്കും മെലിഞ്ഞോ, ശരിക്കും വെയിറ്റ് കുറഞ്ഞോ, അതോ ഇത് ഫിൽട്ടർ ആണോ, എങ്ങനെയാണ് വെയിറ്റ് കുറഞ്ഞത്, എന്താണ് അതിനുള്ള ഷോർട്ട് കട്ട് എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഫുള്ള് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിതിനൊരു സിംഗിൾ ഇക്വേഷൻ എന്നൊക്കെ പറയില്ലേ, ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഷോർട്ട് കട്ട് എന്നുള്ള ഒരു വേർഡിന് പകരം സിംഗിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ദി ഓൺലി സൊല്യൂഷൻ എന്നുള്ളൊരു കാര്യം പറയാം, വിച്ച് ഇസ് കാലറി ടാർഗറ്റ്. അത് വെയിറ്റ് ലോസിന് നോക്കുന്നവർ മാത്രമല്ല, വെയിറ്റ് ഗെയിനിന് താല്പര്യപ്പെടുന്നവർക്കാണെങ്കിലും ഈ കോണ്ടന്റ് യൂസ്ഫുൾ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇതാദ്യം തന്നെ പറയാം, ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടൊന്നുമല്ല, പക്ഷെ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ കേസിൽ ഞാൻ ആരുടെയും പ്രത്യേകം സഹായം എടുത്തിട്ടല്ല ചെയ്തത്. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ചില ഫ്രണ്ട്സ് ആയിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ വളരെ അടുത്ത ആൾക്കാരായിട്ടുള്ള ഡിസ്കഷൻസിൽ നിന്നും ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള എൻ്റെ റിസർച്ചുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള റിസർച്ച് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലുള്ള റിസർച്ച് മാത്രമാണ്, നോ ബുക്ക് റിസർച്ച് ഓർ എനിത്തിങ്, അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കൺക്ലൂഷനാണ്. സോ ബേസിക്കലി പലരും കാലറി എന്താണെന്നുള്ളത് ചോദിക്കുന്നത്, അത് ബേസിക്കലി ഒരുപാട് ബേസിക്കലി ആയെന്ന് എനിക്കെന്നറിയാം. അപ്പം കാലറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂണിറ്റ് മെഷർമെന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡിന്റെ എനർജി, എത്രത്തോളം എനർജി നമ്മുടെ ബോഡിയിലേക്ക് ഇതാവുന്നുണ്ട്, അതിന്റെ ഒരു യൂണിറ്റ് മെഷർമെന്റ് ആണ് ഈ കാലറി. ഈ കാലറി എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ ഫാറ്റ് ഗെയിനിനാണെങ്കിലും, ഫാറ്റ് അല്ല വെയിറ്റ് ഗെയിനിനാണെങ്കിലും വെയിറ്റ് ലോസിനാണെങ്കിലും നമ്മളെ ഈ കാലറി എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നതും എന്താ പണി തരുന്നതും. ഓക്കെ, സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ 82-83 കിലോ ആയിരുന്നു ഒരു 2023 തൊട്ട് 2024 ഒരു തുടക്കം, ആ ഒരു സമയമൊക്കെ വരെ. അപ്പം ഞാൻ അതിന് മുമ്പ് വരെയും ഞാനങ്ങനെ ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു. ഞാൻ ഇപ്പോഴും അത്യാവശ്യം ചബിയായിട്ട് ഭക്ഷണം എന്ന് വെച്ചാൽ ഞാൻ കുറേ കഴിക്കുന്ന ഒരാളല്ല, പക്ഷെ എനിക്ക് രുചി തോന്നുന്ന സാധനം ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും. അങ്ങനത്തെ, അതായത് ഇപ്പോൾ ഒരു ചക്കവർത്തതിൻ്റെ ഒക്കെ പാക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫുൾ ചക്കവർത്തൻ്റെ പാക്കറ്റ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിവുള്ള ഒരുത്തിയായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ കാരണം പിന്നെ ഊട്ടോപ്യ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫാദറിൻ്റെ ഡെമൈസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറേ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേജസിലൂടെ കടന്നുപോയപ്പം ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ ദൈവമായിട്ട് തന്നെ നമുക്കൊരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് എൻ്റെ പ്രൊഫഷൻ, അത് തന്നെ ആർട്ട് ആൻഡ് മ്യൂസിക് എൻ്റെ പ്രൊഫഷൻ ഫിക്സ് ചെയ്ത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലും കൂടെയാണ്. അപ്പം എൻ്റെ ആഗ്രഹത്തിന് വളരെ എളുപ്പത്തിൽ എനിക്ക് എൻ്റെ ഈ പറയുന്ന കാലറി സോഴ്സ് എനിക്ക് വളരെ എളുപ്പമായി. അപ്പം അങ്ങനെയാണ് ഞാനൊരു വർഷം കൊണ്ട് ഞാൻ 68 ആ വെയിറ്റ് നിന്നൊക്കെ നേരെ 80 to 83 ആയി. അങ്ങനെ ആയി. ഞാൻ ഒട്ടും ഒരു ബോഡി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ വെയിറ്റ് ഉള്ളതും വെയിറ്റ് ഇല്ലാത്തതും അത് നിങ്ങളുടെ പേഴ്സണൽ, അത് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് തടി കുറയ്ക്കണമെങ്കിൽ മാത്രം നിങ്ങൾ തടി കുറച്ചാൽ മതി. പക്ഷെ എൻ്റെ കേസിൽ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ കേസിൽ ഇതൊരു ആവശ്യകതയായി വന്നതെന്ന് വെച്ചാൽ, ഊട്ടോപ്യ തുടങ്ങിയ സമയത്ത് എനിക്ക് ഞങ്ങളുടെ ഊട്ടോപ്യ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മളൊരു 37 സെൻസോളം ഉള്ളൊരു സ്പേസ് ആണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിലാണ് ടേബിൾസ് എല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് ആറ്റത്തേക്ക് ഓടുമ്പോൾ തന്നെ ഒരു ഗസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് അപ്പുറത്തെ ടേബിളിലേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് കിതപ്പൊക്കെ വരാൻ തുടങ്ങി. അപ്പം ബോഡി പോസിറ്റിവിറ്റിയൊക്കെ നല്ലതാണ്, പക്ഷെ എന്നാലും എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന പ്രൊഫഷനും പിന്നെ പെർഫോമൻസിന്. അതിൻ്റെ ഇടയിൽ ഞാൻ ഊട്ടോപ്യ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇടയ്ക്ക് 2-3 ഷോസിന് ഞാൻ പോയപ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു. പിന്നെ നമ്മുടെ മറ്റു മുടിയാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, ഹെഡ് ബാങ്ക്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒട്ടും ഇതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ എനർജി നല്ല എനർജി ഉണ്ടായിരുന്നു, പക്ഷെ അത്രയും തന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളുമായിരുന്നു. അപ്പോൾ ദിസ് ഇസ് ദ റീസൺ വൈ ഐ ഡിസൈഡഡ് ടു ലൂസ് വെയിറ്റ് ഫസ്റ്റ് തിങ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഇത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല. കാരണം എപ്പോഴും ഒരു എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ അനുസരിച്ചാണ് നമ്മുടെ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ചെയ്യാൻ ഏറ്റവും പ്രൈമറി ആയിട്ടും ഏറ്റവും ഐഡിയൽ ആയിട്ടും ഉള്ള കാര്യം. അതിനകത്ത് ഞാൻ പറയുന്ന മെത്തേഡ് നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ
പറയുമ്പോൾ ഞാൻ ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം സ്ട്രക്ക് ചെയ്തു, എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, അപ്പം മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിക്കോട്ടെ, സിനിമയെ പറ്റി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാറുണ്ട്. ഓൺലൈനിൽ റിസർച്ച് എന്ന് പറയുന്നത് അഗൈൻ സോഷ്യൽ മീഡിയ സർഫിങ് ഐ ഡു എ ലോട്ട്. അപ്പം അങ്ങനെ കുറേ അന്വേഷിച്ച് ഞാനൊരു പെട്ടെന്നൊരു ദിവസം മുതൽ എന്നാൽ പിന്നെ ഞാൻ എൻ്റെ റൂട്ടീൻ മാറ്റാം എന്ന് വെച്ച് തീരുമാനിച്ചു. പയ്യെ ഞാനതിന് മുമ്പ് ഒരു വെയിറ്റ് ലോസിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ചില നമ്മൾ ഈ കണ്ടും കേട്ടും ഒക്കെയും ഇതായിട്ടുള്ള ചില രാവിലെ എണീക്കുമ്പോഴുള്ള ചില ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങി, ഇച്ചിരിക്കോണമൊക്കെ എക്സസൈസസ് ചെയ്യാൻ തുടങ്ങി, പിന്നെ കുറച്ചുകൂടി എൻ്റെ ബോഡി മൂവ്മെൻറ്റ്സ് കൂട്ടാൻ തുടങ്ങി. ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കും വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അപ്പം ആൻഡ് ദെൻ നമ്മളത് ഫസ്റ്റ് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് ഞാൻ വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ആൻഡ് ഇപ്പോഴാണെങ്കിലും എനിക്കൊരു ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും സന്തോഷവതിയായിട്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കൊന്നും ഒതുക്കാനും ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പം അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലായിരുന്നു ഈ വെയിറ്റ് ലോസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് വരെ. ഐ വാസ് വെരി അൺഓർഗനൈസ്ഡ്. അപ്പം ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ റൂട്ടീൻ മാറ്റി, എണീക്കുന്ന സമയം മാറ്റി, കിടക്കുന്ന സമയം മാറ്റി, രാവിലത്തെ ഫസ്റ്റ് കഴിക്കുന്ന സാധനം മാറ്റി. അങ്ങനെ ചില ഇത് വന്നപ്പോഴത്തേക്കും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് വരാൻ തുടങ്ങി. അതായത് ബ്ലോട്ടിംഗ് ഒക്കെ ഒന്ന് കുറയാൻ തുടങ്ങി, ബോഡി മൂവ്മെന്റ്സ് ഒക്കെ വന്നപ്പോൾ തന്നെ ബ്ലോട്ടിംഗ് ഒക്കെ ഒന്ന് കുറയാൻ തുടങ്ങി. അതുപോലെ കുറച്ചുകൂടി ഒരു എനർജിക്ക് കിടപ്പൊക്കെ ഒരു ഇച്ചിരിയൊക്കെ കുറയാൻ തുടങ്ങി. ബിക്കോസ് ഞാൻ മനഃപൂർവ്വം എൻ്റെ ബോഡിയെ കുറച്ചുകൂടി ഒന്ന് ടേം ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ കുറച്ച് ചേഞ്ചസ് വന്നു. പിന്നെ പയ്യെ ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, അതായത് ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, ടൈംലി ആക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഈ മൈന്യൂട്ട് എന്നുള്ളത് വളരെ ഒരു ഇച്ചിരി ശ്രദ്ധിക്കാൻ പറ്റുന്ന ലെവലിലേക്കുള്ള മാറ്റങ്ങളായി തുടങ്ങി. ആൻഡ് ദെൻ ഫൈനലി ഞാൻ ഈ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക്, അതായത് കാലറി ഡെഫിസിറ്റിനേക്കാൾ കൂടുതൽ ഞാൻ ഒരു കാലറി ടാർഗറ്റ് വെച്ചു. കാലറി ടാർഗറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ആവറേജ് വുമൺ ബോഡി, ഒരു ഫീമെയിൽ എൻ്റെയൊക്കെ ഒരു ലെറ്റ്സ് സേ 25 to 35 ഇടയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏകദേശം ഒരു 1500 കാലറീസ് ആണ് ഒരു ദിവസം ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നത് ഐഡിയൽ ആയിട്ടുള്ളത്. അപ്പം ഞാൻ പയ്യെ കാലറി ബേസ്ഡ് ആയിട്ടുള്ള എനിക്കൊരു കാലറി ടാർഗറ്റ് വെച്ചു. അപ്പം നിങ്ങൾക്കിപ്പം ഫസ്റ്റ് തിങ് ടു ബി നോട്ടഡ്, നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 1500-ന്റെ മുകളിലോട്ട് ഒരു 2000 കാലറീസ് ഫിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് കഴിക്കാൻ തുടങ്ങാം. വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ ഒരു 1200. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് പട്ടയെന്നോ നെറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ബോഡിക്ക് ഭയങ്കര ക്രാഷ് ആയിരിക്കും, മാത്രമല്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു 1200 ലെവലിലേക്ക് ആക്കി പഠിച്ചുകൊണ്ടിരുന്ന് കാലറി ബേസ് ചെയ്ത് കഴിക്കാൻ തുടങ്ങാം. ഇങ്ങനെ ചെയ്തതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ മാറ്റം വെയിറ്റ് ലോസിന്റെ കാര്യത്തിൽ ഉണ്ടായത്. എൻ്റെ ബോഡി വെയിറ്റിന്റെ കാര്യത്തിൽ, എൻ്റെ എനർജിയുടെ കാര്യത്തിൽ, എല്ലാത്തിലും. അപ്പം ഇതിനകത്ത് ചാലഞ്ചസ് ആണ് അടുത്തത്. ചാലഞ്ചസ് എന്ന് പറയുന്നത് ഇതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ വലിച്ചു വാരി തിന്നത് ഒക്കെ ബോഡിയിൽ നിന്ന് ഇറങ്ങി പോകണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ടാവില്ല. പക്ഷെ ഭക്ഷണം കൺട്രോൾ ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ. നമ്മൾ പഴയ പോലെ തന്നെ കഴിക്കുകയാണ്, നല്ലോണം എക്സസൈസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം വരില്ല. മേ ബി നിങ്ങൾക്ക് എനർജിയിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം വരുമായിരിക്കും, പക്ഷെ അത് വർക്ക് ആവില്ല. അപ്പം ഈ കാലറി ടാർഗറ്റ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ കൊണ്ട് ഒരു 1100 1200 എന്നുള്ള രീതിയിൽ മനസ്സിൽ സെറ്റ് ചെയ്തു. ആൻഡ് തുടക്കത്തിലൊക്കെ ചാലഞ്ചസ് ആസ് ഐ സെഡ്, ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ കാലറിയുടെ അകത്ത് നിൽക്കുന്ന ഫുഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് കഴിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷെ ആ ഒരു ട്രാക്കിലേക്ക് ചില ക്രേവിങ്സ്, നമ്മുടെ കഴിക്കുന്ന സമയം, ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ആൻഡ് ഹൗ ഐ മാനേജ് ടു ഡു ഇറ്റ് ഇസ് ഓൺലി ത്രൂ മേക്കിംഗ് ഇറ്റ് എ ഹാബിറ്റ്. അതായത് ആദ്യമൊക്കെ മേ ബി ഒരു കുറച്ചൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ട്രാക്കിലേക്ക് കയറാം. പക്ഷെ പിന്നെ ഇതായി. ഇപ്പോൾ ഒരു വീക്കിൽ 7 ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 7 ദിവസത്തിൽ ഒരു ദിവസമൊക്കെ ഞാൻ എങ്ങനെ പോയാലും ചീറ്റ് ഡേ എടുക്കുമായിരുന്നു. ആദ്യമൊക്കെ 1-2 ദിവസമൊക്കെ ആയിരുന്നു. പക്ഷെ അത് പിന്നെ ചീറ്റ് ഡേ ഒരു ദിവസമാക്കി കുറച്ചു. ബാക്കി മാക്സിമം ഷുഗർ, പക്ഷെ എനിക്ക് അത്ര ഇങ്ങനെ ഷുഗർ ക്രേവിങ്സ് ഭയങ്കരമായിട്ടുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ പഞ്ചസാര കട്ട് ചെയ്തില്ലായിരുന്നു. ഐ വാസ് ഹാവിങ് പഞ്ചസാര ബിക്കോസ് ഞാനൊരു വളരെ മോഡറേറ്റ് ആയിട്ട് മാത്രം 3-4 ടേബിൾ സ്പൂൺ അങ്ങനെയൊന്നും കഴിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു ചീറ്റ് ഡേ ഉണ്ടായിരുന്നതുകൊണ്ട് ഏത് ദിവസമാണോ ചീറ്റ് ഡേ ആവുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ദിവസങ്ങൾ ഞാൻ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. അപ്പം ഇങ്ങനെ പയ്യെ പിടിച്ചു വരാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഷഡേന്ന് പറഞ്ഞ വെയിറ്റ് പറയാൻ തുടങ്ങിയത്. അതിനകത്ത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിക്ക് നമ്മളിപ്പം കാലറി ഡെഫിസിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു ദിവസം ബോഡിയിലേക്ക് കയറേണ്ടതായിട്ടുള്ള സർട്ടൻ കാര്യങ്ങളുണ്ട്. അത് ന്യൂട്രിഷ്യസ് ഫുഡ് ആവണം,
അത്യാവശ്യത്തിന് പ്രോട്ടീൻസ് നല്ല രീതിക്ക് അത്യാവശ്യത്തിനല്ല, കാരണം ഈ ഫാറ്റൊക്കെ ബേൺ ആയി പോകുന്ന പ്രോട്ടീൻസിൻ്റെ കൂടെ കമ്പൈൻഡ് ആയിട്ടെന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ പ്രോട്ടീൻ ഇഷ്യൂസ് ആയിരിക്കണം, അത്യാവശ്യത്തിന് ഫൈബർ പോകണം, കാരണം നമ്മുടെ ബോവൽ, നമ്മുടെ വയറ് റിലേറ്റഡ് ആയിട്ടും എക്സ്ക്രീഷൻ റിലേറ്റഡ് ആയിട്ടും ഒക്കെയുമുള്ള കാര്യത്തിനും ഒക്കെ ഫൈബർ ഇത് വേണം. കുറച്ച് വൈറ്റമിൻസിൻ്റെ ആവശ്യമുണ്ട്. ഫാറ്റ് ആണെങ്കിലും വേണം, അതിനകത്ത് ആനിമൽ ഫാറ്റും അല്ലാത്ത ഫാറ്റും ഒക്കെ നമ്മുടെ ബോഡിക്ക് വേണ്ടതായിട്ടുള്ളതുണ്ട്. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഓരോ മൂവി സെലിബ്രിറ്റീസ്, വലിയ വലിയ സെലിബ്രിറ്റീസ് ഓരോ മൂവീസിനൊക്കെ വേണ്ടി തടി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുമ്പോൾ ജിം പ്ലസ് അവർക്കൊരു ഡയറ്റീഷ്യൻ ഉണ്ടാവുന്നത്. കാരണം ജിമ്മിന്റെ പരിപാടി എൻ്റെ സൈഡിൽ കൂടെ നടന്നാലും നമ്മുടെ ബോഡിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കമ്പൽസറിലി കയറിയിരിക്കണം. അപ്പം ഈ ഒരു സാധനം എൻഷോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ എല്ലാ ബിഗ് സെലിബ്രിറ്റീസ് ഹു ഡു എ ലോട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് കോൺസ്റ്റന്റ്ലി ഹാവ് എ ഡയറ്റീഷ്യൻ വിത്ത് ദം. കാരണം അവർക്ക് അവരുടെ ഈ പറഞ്ഞോട്ടിരുന്ന് റിസർച്ച് ചെയ്തു അത് ചെയ്തു, അതൊന്നും നടക്കില്ല. ഇപ്പം ഇന്ന് നിങ്ങളുടെ ബോഡിക്ക് എന്താ വേണ്ടത് കറക്റ്റ് എൻഷോർ ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടാവുന്നതിന്റെ റീസൺ ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പയ്യൊന്ന് കാലറി കൺട്രോളായി, ഇപ്പം ഡെഫിസിറ്റിന്റെ കാര്യമാണ് ഞാൻ പറയണത്, അങ്ങനെ കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്കും സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേജ് 1 ഇസ് ആ ഒരു പയ്യൊരു ട്രാക്കിൽ കയറാം. സ്റ്റേജ് 2 എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം കൊടുത്തുകൊണ്ട് കാലറി കൺട്രോൾ ചെയ്യുക, എന്നാൽ ഇതിന് എക്സീഡ് ആവരുത് എന്നുള്ള രീതിയിൽ. അപ്പം അത് നമ്മൾ പയ്യെ ഇതിന് എന്തൊക്കെ ഇന്ന സാധനങ്ങൾ റിച്ച് ആയിട്ടുള്ള എന്തൊക്കെയാണുള്ളത്, അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ എന്ത് ടൈപ്പ് പ്രിപ്പറേഷൻസ് ആണ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റി. എനിക്ക് മനസ്സിലായുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ഫുഡ് വെയിറ്റ് ലോസിൻ്റെ സമയത്ത് കഴിക്കാൻ അങ്ങനെയില്ല. ടേസ്റ്റി ആയിട്ടുള്ള കഴിക്കാൻ, പക്ഷെ നമ്മുടെ ക്വാണ്ടിറ്റി അങ്ങനത്തെ ചില കാര്യങ്ങളാണ്. പിന്നെ അനാവശ്യ ടേസ്റ്റിയുടെ ഇപ്പം എണ്ണ ഇട്ടിട്ടുള്ള മീൻകറി കഴിച്ചതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എണ്ണ കോരി ഒഴിച്ചിട്ടുള്ള മീൻകറി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് വെയിറ്റ് ലോസ് നോക്കുകയാണെങ്കിലും പ്രശ്നമാണ്, നോക്കുകയല്ലെങ്കിലും പ്രശ്നമാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അത് മനസ്സിലാവും. ദെൻ ആ ഒരു എന്താ പറയുക, എന്തൊക്കെ കയറണം എന്നുള്ള കാര്യം, ഇതേ കാര്യം തന്നെ നമ്മുടെ എന്താ പറയുക വെയിറ്റ് ഗെയിനിൻ്റെ, പലരും വെയിറ്റ് ഗെയിൻ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അഗെയിൻ ഒരു കാലറി ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതും പോസിബിൾ ആണ്. അപ്പം അതിനകത്ത് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യത്തിന് എന്ന് വെച്ചാൽ നല്ല ഫാറ്റ് റിച്ച് ആയിട്ടുള്ള, നല്ല കാർബ്സ് ഉള്ള, നല്ല ഫാറ്റ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ച് ഈ 1500-ന്റെ അപ്പുറത്തോട്ട് ഒരു 1700-ലൊക്കെ കൊണ്ട് കാലറി ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതനുസരിച്ച് കഴിച്ച്, എന്നാൽ വെയിറ്റ് കൂടുമ്പോൾ ബളബളാന്നാവാതിരിക്കാൻ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡി ടോൺ ചെയ്ത് കൊണ്ട് നിങ്ങൾ നീറ്റായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യും. ഇപ്പം നമുക്കൊരു ദിവസം ഞാൻ കേട്ടിട്ടുണ്ട് 10 കാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 പ്ലേറ്റ് വെക്കാം. മേ ബി ഒരു നട്ട് വെക്കുന്നത് 10 കാലറി ആയിരിക്കും. അതായത് അങ്ങനെയല്ല, അതായത് 100 കാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 പ്ലേറ്റ്സ് വെച്ചിട്ട് കുറച്ച് പോപ്കോൺസ് വെക്കുന്നതും ഒരു ചെറിയ ബാർ ഓഫ് ചോക്ലേറ്റ് വെക്കുന്നതും സെയിം, രണ്ടും 100 കാലറിയാണ്. അതിനകത്ത് ഏതാണ് ഹെൽത്തിയർ ആയിട്ട് നിങ്ങൾ ഗോൾ ഏതാണോ അതനുസരിച്ച് കഴിക്കുക. ആൻഡ് മാക്സിമം നമ്മളൊരു എക്സ്പേർട്ടിന്റെ കൂടെ അല്ലാതെ ചെയ്യുമ്പോൾ, ഒരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റോ ഒന്നും പറഞ്ഞുകൊണ്ട് അല്ലാതെ ചെയ്യുമ്പോൾ മാക്സിമം ഇത് നോക്കിയിട്ടൊക്കെ ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവരെ കമ്പൽസറിലി വെക്കുന്നത് ഐഡിയൽ ആണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ബോഡിയുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം അലർജീസ് ഒന്നും ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് അലർജീസ് ഇല്ല, മെഡിസിൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് അത്യാവശ്യത്തിന് ഒരു കുഴപ്പമില്ലാത്ത ശരീരമാണ് ദൈവം തന്നിട്ടുള്ള. രോഗങ്ങളിലും വെച്ച് നോക്കി എൻ്റെ സ്പെക്സിൻ്റെ കണ്ണിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ അത്യാവശ്യം ഇതുള്ള ബോഡി. അപ്പം എനിക്കങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളിൽ എന്താ പറയുക, ചില സാധനങ്ങൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒന്നും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അപ്പം ചില ആളുകൾക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ അവരുടെ മെഡിക്കൽ കണ്ടീഷൻസിനെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജിലെങ്കിലും ഒരു ഡയറ്റീഷ്യനെ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്ക് തൈറോയിഡ് ഉണ്ടാവും, PCOD PCOS ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു എക്സ്പെർട്ടൈസ്ഡ് ഒപ്പീനിയൻ്റെ ഇതായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ആൻഡ് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. കിട്ടുന്ന ഐഡിയയാണ് ഞാൻ പറയുന്നത് ഈ കാലറി ടാർഗറ്റ്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിലും അല്ലാതെ ചെയ്യുകയാണെങ്കിലും നമുക്കൊരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും അൾട്ടിമേറ്റ്ലി ഇതെല്ലാം വന്ന് നിൽക്കുന്നത് ഈ കാലറി ടാർഗറ്റ് പരിപാടി തന്നെയാണെന്ന് റിയലൈസ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവും. അപ്പം അതാണ് അടുത്ത കാര്യം. പിന്നീട് വന്ന പിന്നീട് വരുന്നൊരു ചാലഞ്ച് എന്ന് പറയുന്നത് പലരുടെയും ലൈഫ് സ്റ്റൈൽ, ആൽക്കഹോൾ ഒരു മെയിൻ, അതായത് അത് ഞാനൊരു തെറ്റോ ശരിയോ, ഐ എം നോട്ട് അറ്റ് ഓൾ എ പേഴ്സൺ ഹു ജഡ്ജസ് എനിബഡി ഫോർ ദെയർ പേഴ്സണൽ ലൈഫ് ആൻഡ് ചോയ്സസ്. പക്ഷെ വെയിറ്റ് ലോസ് നോക്കുന്ന ഒരാളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോഡീനെ നമ്മുടെ ഒരു കൺട്രോളിൽ വരുത്താൻ നിൽക്കുന്ന അതിപ്പം മെഡിക്കൽ കണ്ടീഷൻസിനെ ഹീൽ ചെയ്യാനാണെങ്കിലും വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ പരിപാടിയാണെങ്കിലും എന്താണെങ്കിലും
ആൽക്കഹോൾ ഒരു വലിയ വില്ലനാണ്. നമ്മൾ സ്മോക്കിങ്ങും ഡെഫിനറ്റ്ലി വില്ലനാണ്. കാരണം നമ്മുടെ ഒരു റെസ്പിറേറ്ററി സ്ട്രെങ്തിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസിങ്ങും ഹാർട്ട് ബീറ്റ് കൂടുന്നതൊക്കെ അനുസരിച്ചിട്ടാണ് ഈ കാലറി എല്ലാം ബേൺ ആയി പോകുന്നതും ഒക്കെ. ടെമ്പറേച്ചർ റൈസിംഗ് അല്ല, ബേസിക്കലി ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതും അതിൻ്റെ കൂടുന്നതും ഒക്കെ ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് കാലറി ബേൺ ആയി പോകുന്നത്. അപ്പം ഇതിനൊക്കെ എപ്പോഴും സ്മോക്കിംഗ് ഒരു ക്ലാഷ് ആയിരിക്കും. പിന്നെ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം വെയിറ്റ് ലോസ് നോക്കുന്ന ഒരാളാണെങ്കിലും മെഡിക്കലി നോക്കുന്ന ഒരാളാണെങ്കിലും അത് നമ്മുടെ ആ ബോഡീനെ ഒന്ന് റീജനറേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആ സമയത്തിൽ നമ്മളൊരു ഇച്ചിരി കള്ള് കുടിച്ചാൽ പോലും ആ പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് അത് പിന്നോട്ട് വലിക്കും. അത് അപ്പം ഇങ്ങനെ ഒരു വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ മേ ബി ചീറ്റ് ഡേയിൽ വേണമെങ്കിൽ ഇത്രയും ഡെസ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം എന്നുള്ളതല്ലാതെ ഒരു പെഗ് കടിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ അത് വെറുതെ ബോഡിക്ക് ഒരു പണി കൊടുക്കുന്ന പരിപാടിയാണ്. സോ വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തും ആണെങ്കിൽ എങ്കിലും മാത്രം അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ടു കീപ് ആൽക്കഹോൾ അവേ. കാരണം അത് ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു മുകളിലേക്ക് നമ്മളൊരു കുന്ന് കയറുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തന്നെ 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് ഇറങ്ങുന്ന പോലെ. കാരണം അത്രയും കൂടുതൽ കയറാൻ വേണം, നമുക്ക് അത്രയും സ്ട്രെയിനും ആവും, അക്കിയതപ്പ് കൂടി വരുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക്കലി സംഭവം. അപ്പോൾ ഞാനൊരു സിമ്പിൾ ആൻഡ് സംക്ഷിപ്തമായിട്ട് പറയാം. എൻ്റെ അടുത്ത് പലരും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പം ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചത് കാലറി ടാർഗറ്റഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസിഷനാണ്. നമ്മളൊരു പർട്ടിക്കുലർ കാലറി ഫിക്സ് ചെയ്യുക. പെർ ഡേ ഞാൻ ഇത്ര ഇൻടേക്ക് ചെയ്യുള്ളൂ, അതിനകത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ കവർ ചെയ്യും, ഇതെൻ്റെ ഒരു റൂട്ടീൻ ആക്കും എന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ. എനിക്കൊരു 6 monthsോളം എടുത്തു. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞില്ലേ ഈ ട്രാക്കിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞാൽ 2 ദിവസത്തിലല്ല ട്രാക്കിലേക്ക് വന്നു. 1 മാസമൊക്കെ എടുത്തിട്ടാണ് പയ്യെ ട്രാക്കിൽ വന്നത്. അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്ന 2 മാസം എടുത്തിട്ടാണ്. അപ്പോൾ 1-2 കിലോ ഒക്കെ കുറഞ്ഞു. അങ്ങനെ സ്റ്റേബിൾ ആയിട്ടൊരു 10-12 കിലോ കുറഞ്ഞത് ഈ പറയുന്ന ഈ ഒരു സംഭവം റിയലൈസ് ചെയ്ത് എന്തൊക്കെ കഴിക്കണം, വെറുതെ കാലറി ഇത് ചെയ്യാന്നും പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക സാലഡ് മാത്രമൊക്കെ കഴിക്കും. ഒരാഴ്ച ഫുള്ളൊക്കെ സാലഡ് മാത്രമേ കഴിക്കും. എനിക്കറിയില്ല അത് എത്രത്തോളം നിങ്ങളുടെ ബോഡിക്ക് അത് പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് എത്രത്തോളം എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കേണ്ട അത്യാവശ്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടേക്ക് ടൈം ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് വർക്ക്സ് ദ ബെസ്റ്റ് ഫോർ യുവർ ബോഡി. ആൻഡ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഗെയിനാണെങ്കിലും ലോസിനാണെങ്കിലും ഇന്നൊരു കാലറി ഫിക്സ് ചെയ്യുക. ആ റൂട്ടീനിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരാം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള സിംഗിൾ സൊല്യൂഷൻ ഫോർ വെയിറ്റ് ഗെയിൻ ഓർ വെയിറ്റ് ലോസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ ഞാൻ പഠിച്ചെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു എന്ത് കോണ്ടന്റ് ചെയ്യണം, അപ്പം റെസൊല്യൂഷൻസ് പറയണോ, എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷത്തിൽ പഠിച്ച ഏറ്റവും വലിയൊരു ലെസൺ ഇതായിരുന്നു. ആൻഡ് ആ ലെസൺ കാരണം എനിക്ക് ഭയങ്കരമായ വ്യത്യാസം ഉണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും ഐ എം ഫീലിംഗ് മച്ച് ബെറ്റർ. രാവിലെയൊക്കെ നേരത്തെ എണീക്കാൻ പറ്റും, ഭയങ്കര ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും. മൈൻഡ് സെറ്റ് തന്നെ നമ്മൾ കഴിക്കുന്ന സാധനത്തിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ എന്ന് പറയാം. അപ്പം എനർജി ബൂസ്റ്റ് ചെയ്തതും അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പയ്യെ ഞാൻ പറഞ്ഞേ ഫസ്റ്റ് ഒരു സാധനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പയ്യെ നമുക്ക് നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഉഴപ്പിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത ദിവസം മുതൽ, ഇപ്പം ഞാൻ രാത്രി ഷൂട്ട് ചെയ്യുന്ന അടുത്ത ദിവസം മുതൽ ഞാനും ബാക്ക് ടു മൈ വെയിറ്റ് ലോസ് ആൻഡ് കാലറി ടാർഗറ്റഡ് ലൈഫ് സ്റ്റൈലിലേക്ക് വരികയാണ്. അപ്പം എൻ്റെ കൂടെ നിങ്ങളുണ്ടാവണം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടാണ് ഐ എം വൈൻഡിങ് അപ്പ് ദിസ് എപ്പിസോഡ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പറഞ്ഞ കൂട്ട് ഭയങ്കര ഭീകരമായ ഒരു എക്സ്പേർട്ട് ഒരാൾ വന്നിരുന്ന് പറയുന്ന കഥയല്ല, എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കാര്യങ്ങളുമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസിനെയും ബോഡീനെയും ഒക്കെ മാനിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത് ചെയ്യുക. ഐ എം നോട്ട് റെക്കമെൻഡിങ് ദിസ്, ഐ എം ജസ്റ്റ് ടെലിംഗ് യു മൈ എക്സ്പീരിയൻസ് ഹൗ ദിസ് തിങ് വർക്ക്ഡ് ഫോർ മീ ആൻഡ് ദിസ് ഇസ് ദി ഓൺലി തിങ് ദാറ്റ് റിയലി വർക്ക്ഡ് ഫോർ മീ വെൻ ഐ റിയലി വാണ്ട് ടു ലൂസ് വെയിറ്റ്. സോ ഐ തോട്ട് ഐ വിൽ കം ആൻഡ് ടെൽ യു ഗൈസ് ദിസ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. തടി കൂട്ടാനുള്ളവർക്ക് നല്ലോണം തടി കൂട്ടാൻ പറ്റട്ടെ, കുറയ്ക്കാനുള്ളവർക്ക് നല്ലോണം കുറയ്ക്കാൻ പറ്റട്ടെ, ഹെൽത്ത് ബെറ്റർ ആക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹെൽത്ത് ബെറ്റർ ആവട്ടെ. മേ ദിസ് ബി എ വെരി ഹെൽത്തി ഇയർ ഓൾ ടുഗെദർ ഫോർ ഓൾ ഓഫ് യു. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയായി വന്നോളും. അപ്പം അടുത്ത കോണ്ടന്റ് കാണുന്നവരേക്കും ഇറ്റ്സ് മീ യുവർ ആമി സൈനിങ് ഓഫ്. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഓൾ ദാറ്റ് ടു മൈ ചാനൽ. Lots and lots of love. Amen.